വാഹനങ്ങളില്ലാത്ത ഇന്ത്യയിലെ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ എത്തപ്പെടുന്നത്. ഇവിടെ വാഹനം അനുവദിക്കും. മാഥേരൻ എന്ന് പറയുന്ന ഈ ചെറിയ ടൗൺഷിപ്പിൽ ഈ ഭാഗം വരെയാണ് വാഹനം അനുവദിക്കുന്നത്. ഇനി അങ്ങോട്ട് നമുക്ക് കാൽനടയെയോ കുതിരയെയോ ആശ്രയിക്കുക മാത്രമേ തരമുള്ളൂ. വായു മലിനീകരണം തടയുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യയിൽ തന്നെ മറ്റ് എവിടെയെങ്കിലും വാഹനങ്ങളില്ലാത്ത ഒരു ടൗൺഷിപ്പ് ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ഏക മാർഗം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ടോയ് ട്രെയിനാണ്. ഇത് സാധാരണ ട്രെയിനല്ല, മീറ്റർ ഗേജ് ആണെന്നും പറയാൻ കഴിയില്ല. അതിനേക്കാളും ചെറിയ ഒരു ട്രെയിനാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടേക്കുള്ള ഗതാഗത മാർഗം. മറ്റ് മോട്ടോർ വാഹനങ്ങളൊന്നും അനുവദിക്കുന്നില്ല. മഹാരാഷ്ട്രയിൽ ഈ മുംബൈക്ക് ഒരു 100 കിലോമീറ്റർ മാറിയാണ് ഈ മാഥേരൻ എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷൻ. ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അത് പ്രധാനമായിട്ടും അവിടെ വാഹനങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ചിലപ്പോൾ അപൂർവമായ പ്രദേശങ്ങൾ മാത്രമേ കാണൂ വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇവിടെ ഇലക്ട്രിക് ഓട്ടോ കുറച്ചു കാലം മുമ്പ് കടത്തിവിട്ടിരുന്നു. ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം അതും ഒഴിവാക്കി. നമ്മുടെ നാട്ടിലെ ഊട്ടി എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ഹിൽ സ്റ്റേഷൻ. കുറേ അധികം ആളുകൾ താമസിക്കുന്നുണ്ട്. ഒരുപാട് റിസോർട്ടുകളുണ്ട്. ഇവിടേക്ക് വരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കുതിരയാണ്. കുതിര വണ്ടിയിലാണ് വരുന്നത്. പിന്നെ ആളുകൾ വലിച്ചുകൊണ്ട് വരുന്ന റിക്ഷാ വണ്ടികളും ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല, പിന്നെ പ്രധാനമായിട്ട് ഇവിടെ ടോയ് ട്രെയിൻ, നമ്മൾ ഊട്ടിയിലൊക്കെ ഉണ്ടല്ലോ, ചെറിയ ആ മലയോര റെയിൽവേ ഇവിടെ ഉണ്ട്. അപ്പോൾ മാഥേരനിലേക്ക് ടോയ് ട്രെയിനുകൾ പോലുള്ള 4-5 ബോഗിയുള്ള ട്രെയിനുകൾ ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇടവിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഗതാഗത മാർഗം എന്ന് പറയുന്നത്. പിന്നെ ഞാനിത് കാണുമ്പോൾ ഞാനീ നിൽക്കുന്ന ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പൂർണ്ണമായും ഒരു വനപ്രദേശമാണ് ഇതെന്ന് പറയുന്നത്. വനത്തിൻ്റെ മധ്യത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ എക്കോ ആവാസ വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് എയറിനെ പൊല്യൂട്ടഡ് ആക്കാതെ തന്നെയാണ് ഇത് നിലനിർത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ വാഹന ഗതാഗതം വർദ്ധിക്കുമ്പോൾ ഡൽഹിയിലൊക്കെ ഇപ്പോൾ ഓക്സിജൻ്റെ അളവ് വളരെ കുറയുന്നുണ്ട്. അപ്പോൾ എയർ വളരെ പൊല്യൂട്ടഡായി മാറുന്നുണ്ട്. കാർബണിൻ്റെ അളവ് കൂടുന്നുണ്ട്. അപ്പോൾ എയർ പൊല്യൂഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇത്തരം ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇത് മുനിസിപ്പാലിറ്റിയുടെ ഒരു വാർഡാണ് ഈ മാഥേരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടൗൺഷിപ്പാണ്. ഒരുപാട് റിസോർട്ടുകളുണ്ട്, ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്, വ്യാപാര കേന്ദ്രങ്ങളുണ്ട്, പോസ്റ്റ് ഓഫീസ്, സ്കൂള് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളുള്ള ഒരു പ്രദേശമാണ്. അപ്പം നമുക്ക് അത്ഭുതമായി തോന്നുന്ന ഒന്നാണ്, ഈ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ടൗൺഷിപ്പിൽ വാഹനമില്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് ഒരു വീട്ടിൽ 1-2 വാഹനമുള്ളവരാണ്. അപ്പോൾ ഒരു മോട്ടോർ ബൈക്ക് പോലും കടത്തി വിടാത്ത, പിന്നെ ബൈസിക്കിളൊന്നും ഇല്ല കേട്ടോ, ബൈസിക്കിളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. കുതിര ആണ് കൂടുതലും ആളുകൾ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ട്രെയിൻ സർവീസ് ഉണ്ട്. അത് തന്നെയാണ്, അത് എല്ലാ സ്ഥലത്തേക്കും ഇല്ല. നമുക്ക് ആ സ്റ്റേഷനുകളിൽ ട്രെയിൻ എത്താം. പിന്നെ അവിടെ നിന്നും നടക്കുകയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സീസൺ എന്ന് പറയുന്നത് ഈ മൺസൂൺ കാലഘട്ടത്തിലാണ്. ഒരുപാട് പോയിന്റുകളുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഓരോ പോയിന്റുകളിലും നമുക്ക് അതിങ്ങനെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ലൂയിസ പോയിന്റ്, എക്കോ പോയിന്റ്, അതുപോലെ ലേക്ക് പോയിന്റ്, ഇങ്ങനെ ഓരോരോ പോയിന്റുകളിലേക്ക് നമുക്ക് ഇവിടെ
1, 2, 3 ദിവസം കറങ്ങി കാണുവാനുള്ള വളരെ നമ്മുടെ കൊടൈക്കനാലിലെ കാണുന്ന ഈ സൂയിസൈഡ് പോയിൻ്റ് പോലെയുള്ള ഒരുപാട് പോയിൻ്റുകൾ, വ്യൂ പോയിൻ്റുകൾ ഒരുപാട് ഇവിടെ കാണും. അപ്പോൾ ഇവിടുത്തെ ടൂറിസ്റ്റ് സീസൺ എന്ന് പറയുന്നത് മഴക്കാലമാണ്. മൺസൂൺ സീസണിൽ ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ടാവാറുണ്ട്, സ്വതവേ ഉള്ള വാട്ടർ, അതൊക്കെ ഇപ്പോൾ വറ്റി വരണ്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മൺസൂൺ കാലത്ത് മഴ നനഞ്ഞുകൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു പ്രദേശമാണ് ഈ മാഥേരൻ എന്ന് പറയുന്നത്. മുംബൈയിൽ നിന്ന് 100 കിലോമീറ്റർ മാറിയാണ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഡെസ്റ്റിനേഷനാണ് ഇന്ത്യയിൽ ഈ മാഥേരൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ പ്രകൃതിയെ അറിയാനും പ്രകൃതിയെ എക്സ്പ്ലോർ ചെയ്യാനും ഈ വലിയ വലിയ മലനിരകളും അതുപോലെ തന്നെ വലിയ അഗാധമായ ഗർത്തങ്ങളുമൊക്കെ കാണുന്നതിന്, അത് എൻജോയ് ചെയ്യുന്നതിനുള്ള നല്ലൊരു ഇന്ത്യയിലെ നല്ല പ്രമുഖമായൊരു സ്പോട്ടാണ് ഈ മഥേരൻ ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിയുന്നവരൊക്കെ മഥേരനിലേക്ക് വരിക. മുംബൈയിൽ നിന്ന് ഒരു 90 കിലോമീറ്ററാണ് ഇവിടത്തേക്ക് വരുന്നത്. ഇതൊരു മാത്തേരൻ റിസോർട്ടാണ്. ഇവിടെയാണ് ഞങ്ങൾക്കായി താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഈ സ്വിമ്മിംഗ് പൂളൊക്കെ നമുക്കറിയാം, നമ്മൾ നോക്കുമ്പോൾ അവിടെ വാനരന്മാർ കൈയടക്കിയിരിക്കുകയാണ്.